ഈ ആന്റിക് പീസസിനോട് അങ്ങനെ എന്തൊക്കെ നോക്കിയത്, എത്ര സാധനങ്ങളാണ്. ഇവിടെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ടാവില്ലല്ലോ മുകളിലുണ്ട് കുറച്ച്. ഇതിപ്പോ അവസാനം കിട്ടിയൊരു കുറച്ച് ദിവസം മുമ്പ് കിട്ടിയ ഒരു അവാർഡാണ്. ഇതിലുള്ളതെല്ലാം തന്നെ അവാർഡ്സ് ആണ്. ചായ റെഡി, വന്നപ്പോഴേ ചായയൊക്കെ റെഡി ആയത്. താങ്ക് യു താങ്ക് യു. ഇതൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊന്നും വെച്ചിരിക്കണമെന്നല്ല. രണ്ടു പേർക്കും പെറ്റ്സിനെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടംപോലെ പെറ്റ്സ് ഇങ്ങനെ വന്നു പോയി ഇരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ അക്വേറിയം ഇവിടെ ഇരിക്കുന്നത്. എത്ര നാളായിട്ട് ഇവിടെ ഇരിക്കണ്ടേ? ഇതിപ്പോ 10-11 years. അതിനു മുമ്പ് വേറെ ആയിരുന്നു. അതിനു മുമ്പ് ആ കോർണറിൽ ഉണ്ടായിരുന്നു ഒരു മറ്റേ മറൈൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് അക്വേറിയം. ആമസോൺ ഇതുപോലെ കാടുകൾ അതുപോലെ ടോർട്ടോയ്സ് ഇതൊക്കെ ഉണ്ട്. ടോർട്ടോയ്സ് അത് ഇടാൻ പാടില്ലായിരുന്നു അറിയില്ലായിരുന്നു. അപ്പൊ അവര് കൊണ്ട് ഇട്ടു. അതിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കും. അത് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അത് കട്ടിലിന്റെ ചോട്ടിലും അവിടെ ഒക്കെ ആയിട്ട് പോകും. അതിന് മുകളിൽ നിന്ന് കയറി ചാടി ചിലതൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരയിലേക്ക് ചാടിയാൽ അത് മരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റി ഇങ്ങനെ ആക്കി വെച്ചു. ആമയെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ, പിന്നെ അങ്ങനെ ഒരു റൂള് വന്നല്ലോ, അങ്ങനെ ചെയ്യാം. പണ്ടെല്ലാരും റൂളല്ല, ആ ആമയെ നമുക്ക് വളർത്താം, പക്ഷെ അത് ആമസോൺ ഇതിൽ ഉള്ള ആമയാണത്, ഒരു പച്ച കളർ ആമ. അത് ഹസാർഡാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ ഒരാള് വന്നിട്ട് അതിനെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. അയാൾ വന്ന് കൊണ്ടുപോയി. അത് മറ്റുള്ള ജീവികൾക്ക് ദോഷമാണെന്ന് ഇവിടത്തെ. ഇപ്പൊ നമ്മളത് പുറത്ത് അഴിച്ചു വിട്ടാലും അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടാലും ഇവിടെയുള്ള മറ്റുള്ള ജീവികൾ നമ്മുടെ ഇവിടത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ. ഓ, അതുകൊണ്ട് മനുഷ്യന്റെ ഇഷ്ടമാണ് ഇങ്ങനത്തെ പെറ്റ്സും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ലേ ഏറ്റവും വലിയ പെറ്റ് അല്ലേ? ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂല്, എനിക്ക് പിന്നെ ഇന്റർവ്യൂ നല്ല, നമുക്ക് പേഴ്സണലി അല്ലാണ്ട് നല്ല പരിചയമുണ്ട്, ഇവരെ കുറിച്ച് അല്ലാതെ തന്നെ അറിയാം. എപ്പോഴും അതെ, ചേച്ചിയാണ്. എന്താ, ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചേച്ചിക്ക് അറിയോ? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് മൈച്ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര റീച്ചും ഭയങ്കര പബ്ലിസിറ്റി ഈ ചേച്ചിക്കാണ്. സീക്രട്ട് ആണ് മനസ്സിലാവുന്നത്. രമേഷ് പിഷാരുടെയും ധർമ്മജനും പോലെയാ. അത് കലക്കിട്ടാ, അത് കലക്കി ശരിക്കും. അപ്പൊ ധർമ്മജൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ഭയങ്കര ക്ലിക്ക് ശരിക്കും കേട്ടോ. ഭയങ്കര ആ ഒരു, ചേച്ചി പറയൂ അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണ്? എന്തായിരിക്കും മൈച്ചേട്ടാ? ഈ മൈച്ചേട്ടാ ഒരു ദിവസം എത്ര തവണ വിളിക്കും? എന്ത് ചോദിച്ചാലും എന്താ മൈച്ചേട്ടാ, എല്ലാം മൈച്ചേട്ടന്റെ അടുത്താ ഞാൻ ചോദ്യങ്ങളെല്ലാം. ഇവിടെ അത് നിങ്ങളുടെ പടമല്ലേ? അതൊക്കെ ഓരോ ആരാധകര് ചിലതിലൊക്കെ ഞങ്ങളെ പോലൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാൻ. എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ അത് നിങ്ങളുടെ തന്നെയാണ്. ഇത് ചേച്ചിയുടെ, നിങ്ങൾ രണ്ടുപേരിലും ചേച്ചി വരയ്ക്കും അല്ലേ? ഞാൻ പറഞ്ഞു കോളേജ് വരെയൊക്കെ ചെറുതായിട്ട്. പക്ഷെ 2 കുട്ടികളും വരയ്ക്കും. ഞങ്ങക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നത് ഇതാ നമ്മുടെ മത്സ്യേട്ടന്റെ സ്വന്തം അമ്മയാണ്. ഞാൻ ഇത്ര നേരം കിച്ചണിലൊക്കെ നിന്ന് സംസാരിച്ചത്. നമുക്ക് അമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അമ്മ ഞാനിത് വെക്കുകയാണ്, മൈക്ക് വെക്കുക. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ചായ. ചേച്ചി എങ്ങനെയുണ്ട് ചായ ഉണ്ടാക്കാൻ? അമ്മയുടെ അത്ര വരുമോ? പിന്നെ നല്ല ചായ നല്ല ചായ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ദിവ്യ ചേച്ചി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്നത് ഭക്ഷണം എന്താ? ദിവ്യ കറികളൊക്കെ നന്നായിട്ടുണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് പിറന്നാളൊക്കെ സദ്യ ഉണ്ടാക്കാൻ സദ്യയാണോ ദിവ്യ ചേച്ചിയുടെ? ചോദിച്ചോ, അങ്ങനെയൊന്നും ഇല്ലാണ്ട് അമ്മ ഭയങ്കര കുക്കാ. എന്താ മൈച്ചേട്ടൻ പറയൂ, ദിവ്യ ചേച്ചിയുടെ ഏറ്റവും നല്ല ഡിഷ് എന്താ ഉണ്ടാക്കണേ? എനിക്ക് ദിവ്യ ഉണ്ടാക്കണതിൽ മോരുകറി ഇഷ്ടമാണ്, അവിയൽ ഇഷ്ടമാണ്, സാമ്പാർ. അമ്മ ഉണ്ടാക്കുന്നതിലോ? അമ്മ ഉണ്ടാക്കണതെല്ലാം ഇഷ്ടമാണ്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പോലെ നല്ലൊരു മോഡുലർ കിച്ചൺ. സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇതൊക്കെ, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നല്ലൊരു കിച്ചൺ. നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഇതൊക്കെ ആൾക്കാർ അറിയണ്ടേ ഇതൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും വലിയൊരു ഇതാണ് കഴിക്കുന്ന ഭക്ഷണം, എങ്ങനെ ജീവിക്കുന്ന രീതിയൊക്കെ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. നമ്മളെ പോലെ തന്നെ നല്ലൊരു സാധാരണ നല്ലൊരു ലവ്ലി ആയിട്ടുള്ള ഒരു കുടുംബം. ഇത് ഇവിടെ ഒരു വർക്ക് ഏരിയ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതെന്താ മനുഷ്യരുടെ ആനിമൽ? അത് അനിമലിന്റെ മലയാളത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, മലയാളം വേർഷൻ. അപ്പൊ അവര് ടി സീരീസും അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ അവര് അയച്ചു തന്നതാ. ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു ആനിമൽ ഇതുമായിട്ട് വിചാരിച്ചു. ഓക്കെ, അവരയച്ചു തന്നതാ. ഇത് കഥകളിയൊക്കെ ഇഷ്ടമാണോ? പിന്നെ
കാണാനൊക്കെ ഇഷ്ടംപോലെ പണ്ട് കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ ഞാൻ പോയി കാണുമായിരുന്നു. കാണാറുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പോഴും പൂർണ്ണത്രേശന്റെ അവിടെ ഇപ്പൊ ഉത്സവത്തിനൊക്കെ പോകാൻ പറ്റാറില്ല. പോണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല ഇപ്പത്തെ ഒരു ഇതില്. അതെ അതെ. ഇനി നമ്മൾ അവിടെ ഒരു ബെഡ്റൂം ആണ്. നമ്മൾ ബെഡ്റൂമിലേക്കൊന്നും പോകുന്നില്ല, പ്രൈവറ്റ് ഒരു ഇത് അവിടെ ബെഡ്റൂം. ഇതെന്താ ചേച്ചി? അത് വാഷ്റൂം. വാഷ്റൂം ആണ്. ഓക്കെ ഓക്കെ. ഇവരാരൊക്കെ വന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് കംപ്ലീറ്റ്. ഓക്കെ. ഇവിടെ ഒന്നും നിങ്ങൾ ഇരിക്കാറുണ്ടോ ടി വി കാണാൻ വേണ്ടി? ഇടയ്ക്ക് വല്ലപ്പോഴും മിക്കവാറും അച്ഛന്റെ സീറ്റാ. ഓക്കെ. ചേച്ചിയുടെ അച്ഛനും അമ്മയും മത്സ്യന്റെ അമ്മയും ആണല്ലേ? ഓക്കെ. ഇത് ചേച്ചിയുടെ അമ്മ, എന്റെ അമ്മ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇരിക്കണം കാണാൻ, അതേപോലെ തന്നെ പകർത്തി വെച്ചിരിക്കണ പോലെ തന്നെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഈ ദിവ്യ ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്, അതിന്റെ സീക്രട്ട് എന്താ? അത് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ. എപ്പോഴും ഇങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ? ചെറുതിലേ മുതൽ അങ്ങനെയായിരുന്നു. എന്താ നിവേദിത ചേച്ചിയും എനിക്കറിയാം. ചേച്ചി നിവി ചേച്ചി ചിരിക്കുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം ഈ ദിവ്യ ചേച്ചി കൊറേ നോക്ക്, ഫുൾ ടൈം ഇങ്ങനെ ചിരിയാണ്. അത് എന്താ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അമ്മയുടെ തന്നെ ഒരു ഇതാണോ അതോ അച്ഛന്റെ ആണോ? ആരുടെ രീതിയാണ് കിട്ടിയിരിക്കുന്നത്? ചിരിക്കാറില്ല ഇല്ലേ? നമ്മള് ലേഡീസ് ആണല്ലേ കൂടുതൽ ചിരിച്ചോണ്ടിരിക്കണത്. ചേച്ചിയുടെ ദേഷ്യപ്പെട്ട ഒരു രൂപം അതെന്ന് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? വളരെ റയറാണ്. ഓ ഓക്കെ. അത് ഞാൻ മധുചേട്ടന്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം. അങ്ങനെയൊന്നും ഇല്ല, പറ്റൂല ആണല്ലേ? വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അല്ലേ? ഓക്കെ. ചായ ഒക്കെ കുടിച്ചോ? ഓക്കെ. ഞങ്ങളെന്നാ ബാക്കി ഇതിലേക്ക് പോട്ടെ. ശരി കേട്ടോ അമ്മ, ടേക്ക് കെയർ. കാണാം. അപ്പൊ അത് അമ്മയുടെ മുറിയായിരുന്നു. അതിലേക്ക് പോവാമോ? പോവാം. ലൈറ്റ് ഇല്ലാതെ പോയി, കഷ്ടം. അതാ കറണ്ട് പോയിരിക്കാണ് കേട്ടോ. ഞങ്ങൾ ഇൻവേർട്ടറിലാണ് ഇപ്പൊ ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ലൈറ്റ്സും നമുക്ക് ഓണായി കിട്ടില്ല. നമ്മൾ പോകുന്ന വഴിയിൽ നിറയെ ഇതാ ഈ പെയിന്റിങ് ഇതെല്ലാം നിറഞ്ഞ് കൃഷ്ണനും ഉണ്ണിക്കണ്ണനും. ഇത് ശിവകുടുംബം. അതെ, അതും ആശ ചേച്ചിയുടെ. അതും ആശ. ഓക്കെ ഓക്കെ. എന്റെ അമ്മ, ഇത് എവിടേക്ക് ആ സമ്മാനങ്ങൾ വെച്ചിരിക്കുന്നത് വീട്ടില് ഇടയില മധുചേട്ടന്റെ ഇതൊക്കെ വെക്കാനായിട്ട് കംപ്ലീറ്റ്. എവിടെയാണ് അച്ഛൻ? ഓക്കെ. അച്ഛൻ കിടക്കാണെങ്കിൽ വിളിക്കണ്ട. നോക്കാം. അച്ഛൻ വായനയിലാണ്. ഒന്ന് വന്നാ ബുദ്ധിമുട്ടാവോ? അച്ഛ ഒരു ഇന്റർവ്യൂവിന്റെ രമ്യ അറിയില്ലേ? രമ്യ, നിഖിലിന്റെ രമ്യ ഓർമ്മയില്ലേ? രമ്യ ചേച്ചിയുടെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്. അച്ഛൻ ഒരുപാട് വായിക്കും. അപ്പൊ അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വന്നതാ. ഇത് അച്ഛന്റെ മൈക്കാണ്. മൈക്ക് പറയണത് കേൾക്കാനായിട്ട്. അച്ഛൻ സുഖമായിട്ടിരിക്കണോ? പിന്നെ ചായ കുടിച്ചോ? ചായ കുടിച്ചു. എന്ത് ബുക്കാ ഈ വായിക്കുന്നേ? അയോധ്യ. വായിച്ചു കഴിയാറായി. അതല്ല, ഒരുപാട് സത്യങ്ങളാ നമ്മൾ അറിയാത്ത സത്യങ്ങൾ അതിനകത്ത് മുഴുവനും. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അറിയില്ലേ? ഈ മക്കൾക്കുണ്ടോ ഇതേപോലെ റീഡിങ് ഹാബിറ്റ്? മക്കൾക്കുണ്ടോ? വായിക്കാനുള്ള ശീലമുണ്ട്. ഉണ്ട്. ആ മകനില്ല. അതൊക്കെയാണ് എന്റെ ഇൻട്രസ്റ്റ്. യക്ഷിക്കഥ, പ്രേതകഥ, ഹൊററാണ് എന്റെ. അതല്ല മോളെ, നമുക്ക് വായിക്കാൻ ശീലമുണ്ടെങ്കിൽ സമയം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. യാതൊരു സംശയമില്ല. മറ്റേതറിയാമോ, ഒരു ബോറിംഗ്. നമുക്കിനി ബാക്കിയുള്ള അച്ഛൻ ഞങ്ങളെ ബാക്കിയുള്ള അടുത്തേക്ക് കൊണ്ടൊന്ന് പോയി വീടിന്ന് ചക്രടിച്ച് കാണട്ടെ. അപ്പൊ സന്തോഷം കേട്ടോ, കാണാം കേട്ടോ, സന്തോഷം. ശരി ശരി. ഓക്കെ. പൂജാ റൂം. ഓ, മേളിലാ പൂജാ റൂം. ഇത് ദിവ്യയുടെ വീണയാണ്. ദിവ്യ കുറച്ചാള് വീണ പഠിക്കണ്ടായിരുന്നു. അത് അവിടെ തന്നെ നിൽക്കണ്ടത്. എന്റെ വീട്ടിലും അതെ, തബ്രും വീട് ഇങ്ങനെ ഒരു ഷോ പീസ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതായിട്ട് പൂജാമുറി. എന്താ ഐശ്വര്യം. ഇതെന്റെ അച്ഛൻ. ഇത് മുത്തശ്ശൻ. അത് ദിവ്യയുടെ അപ്പൂപ്പനും അമ്മയും. ഇത് ദിവ്യയുടെ, അത് അച്ഛന്റെ അച്ഛനും അമ്മയും. ദിവ്യയുടെ അമ്മയുടെ അച്ഛനും അമ്മയും. അത് അറിയാലോ. എന്നോടോ? ആദ്യം പൂജാമുറി കാണട്ടെ. കയറിക്കോളൂ. കേറാമോ? ഓ,